ഈ കാരുണ്യ ട്രസ്റ്റിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ മുഹമ്മദ് കുട്ടി കേച്ചേരി യാതൊരു തരത്തിലുള്ള അംഗീകാരവും പ്രതീക്ഷിക്കാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിരവധിയായ സേവനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും വിശപ്പിൻ്റെ വില മനസ്സിലാക്കി വളർന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. അത് യാതൊരു തരത്തിലുള്ള പരസ്യത്തിനും അദ്ദേഹം പോകാറില്ല. അപ്പോൾ വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ കൊറോണ കാലത്തൊക്കെ തന്നെ പലപ്പോഴും സാമ്പത്തികമായും മറ്റു തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ നിന്നല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ ഫാമിലി ഇവിടെ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം രാത്രി എനിക്ക് വേണ്ടി വിളിച്ചു ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ രാത്രി ഭക്ഷണം പാചകം ചെയ്ത് മീൻകറി അടക്കം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കൂടി ഉണ്ടാക്കുന്ന മീൻകറിയുടെ രുചി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്, എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അത് മാറി നിൽക്കുന്നതിൽ എനിക്ക് വളരെ വ്യസനമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആദ്യകാല അയൽവാസിയാണ് അഡ്വക്കേറ്റ് ജാഫർ. അദ്ദേഹം വിദേശത്ത് നടത്തുന്ന സാമൂഹ്യ സേവനങ്ങൾ, അവിടുത്തെ മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം കേൾക്കാനും മനസ്സിലാക്കാനും സന്തോഷിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാനുള്ള അവസരം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് എനിക്ക് ആദ്യമായി ലഭിക്കുകയാണ്. അതെൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ജമാൽ സാഹിബ് എൻ്റെ അയൽവാസി, ഞങ്ങളുടെ മെമ്പറുമാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത് യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഷറഫുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് ഒരു നല്ല പ്രവർത്തനമാണ് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആദർശവും ഇനിയും ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഖ, ഞങ്ങൾ ഒന്നിച്ച് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് എന്നോട് എപ്പോഴും പെരുമാറാറുള്ളത്. പിന്നെ എഴുത്തിൽ ഞാൻ സീനിയറാണ് എന്ന് പറഞ്ഞാലും സൗന്ദര്യ മത്സരത്തിൽ എനിക്കിപ്പോൾ മുട്ടാനുള്ളത് മുഹമ്മദ് ഖയുമായിട്ടാണ്. കാരണം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഭംഗിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് മുഹമ്മദ് ഖയോടുള്ള അസൂയ കൊണ്ട് കൂടിയാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. കാരണം അദ്ദേഹത്തെ കണ്ണു വയ്ക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ മുടി, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ചെറുപ്പം, അദ്ദേഹം എന്നെക്കാളൊക്കെ വളരെ സീനിയറായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ്. എല്ലാവരെയും അംഗീകരിക്കാനുള്ള വലിയ മനസ്സുണ്ട്. പ്രേം നസീറിൻ്റെ കാലം തൊട്ട് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ജീവിതോപാധിയുടെ ഭാഗമായ നിത്യനൈമിത്യങ്ങളായ ജോലികൾ